നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അത് എന്ന് പറയുന്നത് വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അവർ വർഷങ്ങളായി ഫലസ്തീനെ ആക്രമിക്കുകയും അവരെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തി കൊലവിളിയായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇറാൻ നടത്തിയ ഈ പ്രതിരോധം, ഇറാൻ നടത്തിയ ഈ പോരാട്ടം ഇസ്രായേലിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നോക്കൂ, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഒരു തട്ടം പാർത്തിരിക്കുകയാണ്. എങ്ങനെയും ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക. ഈ ഭൂലോകത്ത് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുന്നത് അപകടമാണ് എന്ന് വളരെ വ്യക്തമായി ഓപ്പണായി പറയാൻ കെൽപ്പുള്ള ഒരേ ഒരു ലോകത്തിലെ രാജ്യം ഇറാനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇസ്രായേലിനെതിരെ റഷ്യ ശക്തമായി തിരിഞ്ഞ് അതൊരു ആക്രമണ ശൈലിയിലേക്ക്, അത് ഒരു കൃത്യമായി ഒരു ആക്സിസ് പവർ, അലൈഡ് പവർ മോഡൽ രീതിയിലേക്ക്, ഒരു വേൾഡ് വാർ രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു എൻറ്റിറ്റി പോലെയൊക്കെ ആയാൽ, ഒരു സഖ്യകക്ഷി രീതിയിലേക്കൊക്കെ പല കോണുകളിൽ ലോകരാജ്യങ്ങൾ തരം തിരിഞ്ഞാൽ പിന്നെ പിടിച്ചു കെട്ടുക അതീവ ദുഷ്കരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ അമേരിക്ക അങ്ങനെയൊക്കെ ചോദിച്ചു വാങ്ങാൻ നിൽക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിന് ആ രാജ്യത്തിൻ്റെ ക്ഷേമമോ ആ രാജ്യത്തിൻ്റെ വികസനമോ ഒന്നും അല്ല ലക്ഷ്യം. ആ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കിയാലും വേണ്ടില്ല, തന്നെയും തൻ്റെ അനുയായികളുടെയും അഴിമതി കഥകൾ പുറം ലോകം അറിയരുത്, എക്സിക്യൂട്ട് ചെയ്യരുത്, അതായത് രാജ്യത്തെ വിചാരണ ഉണ്ടാകരുത്, കോടതിയിൽ ഒരു രീതിയിലും കുറ്റാരോപിതനായി എക്സിക്യൂഷൻ നേരിട്ട് വലിയ തോതിൽ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തുന്ന അവസ്ഥ വരരുത്. നെതന്യാഹു രാജ്യദ്രോഹിയാണ് എന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമാണ്. ലിക്വിഡ് പാർട്ടിയെ പിരിച്ചുവിടണമെന്നും നെതന്യാഹു ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുകയാണെന്നും ഈ രാജ്യത്ത് ഇപ്പോൾ 4/2 പേർ, അതായത് 50%-ലേറെ പേർ പലായനത്തിൻ്റെ വക്കിലാണ്. അവർ മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന് വരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ജിജ്ഞാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അമേരിക്കയിലെ ദാരിദ്ര്യ മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫീച്ചറായി പലയിടത്തും വരികയാണ്. അമേരിക്കയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധാഗ്നി, ട്രംപിനെതിരെയുള്ള പ്രതിഷേധം കടുക്കുന്ന സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിൽ 25,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഈ രാജ്യത്ത് ഏകദേശം 50%-ലധികം ജനത ഇപ്പോൾ അവർ സാമ്പത്തിക ഞെരുക്കത്തിലാണ് എന്നും അവർ വളരെ വൈകാതെ പട്ടിണിയിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ഏറ്റവും ഭയാനകമായ രീതിയിൽ തകർച്ചയുടെ വക്കിലാണ് എന്ന് സൂചിപ്പിക്കുകയാണ്.